നമസ്കാരം മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. വൃക്കയിലെ കല്ലും ചികിത്സയും എന്ന വിഷയമാണ് മൈ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനും ഒപ്പം പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനുമായി ഇന്ന് അതിഥിയായി എത്തിയിട്ടുള്ളത് എറണാകുളം മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റായ ഡോക്ടർ സനൽ വർഗീസ് ആണ്. ഡോക്ടർ സ്വാഗതം പ്രോഗ്രാമിലേക്ക്. സാധാരണയായിട്ട് കേരളത്തിൽ എത്രമാത്രം കോമൺ ആണ് വൃക്കയിലെ കല്ലുകളും അതുണ്ടാവാനുള്ള കാരണങ്ങളും എന്തൊക്കെയാണ്? കേരളത്തിലെ കല്ലുകളൊക്കെ ഉണ്ടാകുന്നത് സർവ്വസാധാരണ. ഇപ്പോഴും ഒരു കാലഘട്ടത്തിൽ ശരിക്കും ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ് ഇങ്ങനെയുള്ള സ്ഥലത്തായിരുന്നു ഒരു എൻഡമിക് ബെൽറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റോൺ ബെൽറ്റ്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ കാണാറുള്ളത് കേരളത്തിലും നല്ല രീതിയിൽ കല്ലുകൾ ഉണ്ടാകുന്നുണ്ട്. അത് ചിലപ്പോൾ ഈ പറഞ്ഞ വെള്ളം കൂടി കുറവ്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഓരോ രീതികൾ, പ്രത്യേകിച്ച് പ്രോട്ടീൻസ് കൂടുതൽ കഴിക്കുന്നതും ഉപ്പിൻ്റെ അംശം കൂടുതൽ കഴിക്കുന്നതും ഡയറ്റിനുള്ള വ്യത്യാസങ്ങൾ, പ്രത്യേകിച്ച് യൂറിക് ആസിഡ്, മീറ്റ് ഐറ്റംസ് കൂടുതൽ കഴിക്കുന്ന ഇങ്ങനെയൊക്കെ ഓരോ റീസൺസ് കാരണം ആകാം മിക്കവാറും കേരളത്തിൽ കൂടുതൽ കല്ലുകൾ കാണാറുള്ളത്. ഈ സാധാരണ എല്ലാവർക്കും സംശയം ഉണ്ടാകും, ഈ സ്റ്റോൺ എന്ന് പറയുന്ന സമയത്ത് അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ എങ്ങനെയാണെന്ന്. സാധാരണ ഓരോ സ്റ്റോണും ഓരോ വ്യത്യാസപ്പെട്ടിരിക്കുന്ന ഒന്നാണോ? കല്ല് എന്തുകൊണ്ട് ഉണ്ടാകുന്നു? ശരിക്കും പറഞ്ഞാൽ ഏതൊരു പേഷ്യൻറ്റും കല്ലുണ്ടാകുമ്പോൾ അവരുടെ റിലേറ്റീവ്സ്, ബന്ധുക്കാർ ആദ്യം പറയുന്ന വെള്ളം കുടിക്കാത്തതുകൊണ്ടാണ് കല്ലുണ്ടായത്. അത് ശരിക്കും പറഞ്ഞാൽ അത് വെള്ളം കുടിക്കാത്തതുകൊണ്ട് തന്നെയാണ് കല്ലുണ്ടാകുന്നത്. പക്ഷേ അത്തരം ഒരു സരളമായ ഒരു ലളിതമായ ഉത്തരവല്ല. കാരണം വൃക്ക എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത്, ഒരു സീവ അല്ലെങ്കിൽ ഒരു ഫിൽറ്ററാണ്. ശരീരത്തിന് ആവശ്യമില്ലാത്ത സംഗതികളെല്ലാം അതിനകത്തുനിന്ന് ഫിൽറ്റർ ചെയ്ത് പോകുന്നു. ഈ അരിപ്പ ബാക്കിയുള്ള ആവശ്യമുള്ളത് ശരീരത്തിൽ വെക്കുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ ഫിൽറ്റർ ചെയ്യുന്ന സമയത്ത് ചെറിയ പൊടി ഉണ്ടായി അത് കോൺസെൻട്രേഷൻ കൂടിയിട്ട് ചെറിയ ഡിപ്പോസിറ്റ്സ് ഇതിൻ്റെ പുറത്ത് വരുന്നു. ഈ ഡിപ്പോസിറ്റ്സ് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇത് ചെറിയൊരു കല്ലായിട്ട് ഫോം ചെയ്യുന്നു. എന്നിട്ട് അത് തള്ളി അറകൾ, വൃക്കയുടെ ഉള്ളിലത്തെ അറകളിനകത്ത് വന്ന് അത് ട്യൂബിനകത്ത് വന്ന് മൂത്രസഞ്ചിയിലോട്ട് പോകുന്നു. ഇതിൽ തടസ്സം ഉണ്ടാകുമ്പോഴാണ് ശരിക്കും കല്ലുണ്ടാകുന്നത്. പക്ഷേ ഇതല്ലാതെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശരീരത്തിൽ തന്നെ കല്ലുണ്ടാകാതിരിക്കാനുള്ള ചില സാധനങ്ങളുണ്ട്, ചില സബ്സ്റ്റൻസസ് ഉണ്ട്. പ്രത്യേകിച്ച് ഉദാഹരണത്തിന് സിട്രിക് ആസിഡ്, അതുപോലെ യൂറോപോണ്ടിൻസ്, ടൈംസ് ഹോസ്ഫോൾ പ്രോട്ടീൻസ് പറയും, ഇങ്ങനെ കുറേ ശരീരത്തിൽ തന്നെ കല്ലുണ്ടാതിരിക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. പക്ഷേ ചെറിയ പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേകിച്ച് എന്താ പറയുന്ന ഈ യൂറിക് ആസിഡ് കൂടുമ്പോൾ, അല്ലെങ്കിൽ അമിതവണ്ണം, അല്ലെങ്കിൽ ഡയബറ്റിസ് ഇങ്ങനെ വരുമ്പോൾ സിട്രേറ്റിൻ്റെ അംശം കുറയുന്നു, അതുകൊണ്ട് കല്ലുണ്ടാകുന്നു. പിന്നെ ജന്മനായും കല്ലുണ്ടാകാം, ചില പ്രത്യേക കണ്ടീഷൻസിലുണ്ടാകാം. അത് റീനൽ ട്യൂബുലർ ആസിഡോസിസ് എന്ന് പറഞ്ഞ ചില കണ്ടീഷൻസ്, പ്രൈമറി ഹൈപ്പർ ഓക്സലൂറിയ, ഇങ്ങനെ ജന്മനാ ഉള്ള ചില പാരമ്പര്യമായിട്ട് കല്ലുകളുണ്ടാകാം. പിന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്, വെള്ളം കൂടി കുറഞ്ഞാൽ തന്നെ കല്ലുണ്ടാവും. പിന്നെ ഹൈ പ്രോട്ടീൻസ്, ഉപ്പിൻ്റെ അംശം ശരീരത്തിൽ കൂടുക, അതുകൊണ്ട് കല്ലുണ്ടാകാം. അപ്പോൾ കാരണങ്ങൾ കുറേയുണ്ട്. സ്ത്രീകളിലാണോ പുരുഷന്മാരിലാണോ കൂടുതലായി കല്ല് കാണപ്പെടുന്നത്? സാധാരണ ഒരു പഠനങ്ങൾ കാണിക്കുന്നത് കൂടുതൽ പുരുഷന്മാർക്കാണ് ഉണ്ടാകുന്നത്. കാരണം സ്ത്രീകൾക്ക് ഈസ്ട്രോജൻ എന്ന് പറഞ്ഞ ഹോർമോൺ അതൊരു നാച്ചുറൽ പ്രൊട്ടക്റ്റീവാണ്. അതിനുള്ള സ്ത്രീകളുടെ ശരീരത്തിൽ കൂടുതൽ സിട്രിക്, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ സിട്രേറ്റിൻ്റെ അംശം കൂടുതലുണ്ട്. അതുകൊണ്ട് സിട്രേറ്റ് തന്നെ ഒരു ഇൻഹിബിറ്ററാണ്, കല്ലുണ്ടാകാതിരിക്കാൻ സഹായിക്കുന്ന ഒരു സബ്സ്റ്റൻസ് അത്. ഓക്കെ ഡോക്ടർ, ഒരു പ്രേക്ഷകനുണ്ട്. ഹലോ. ചോദിച്ചോളൂ ഡോക്ടറോട്. ചോദിച്ചോളൂ. ഞാൻ 45 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ എനിക്ക് ഈ വൃക്കയിൽ കല്ലുണ്ട്. അപ്പൊ ഈ കൂടെ മൂത്രം ഒഴിക്കാൻ മുട്ടുന്നു. ഓക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാവുന്നത് 55 വയസ്സുള്ള വ്യക്തി ലേഡിയാ അല്ലേ, സ്ത്രീയല്ലേ? 45. ഓക്കെ, 45. ഈ കൂടെ മൂത്രം ഒഴിക്കണം എന്നുള്ള തോന്നല്, വൃക്കയിൽ കല്ലുണ്ട്, കൂടെ മൂത്രം ഒഴിക്കണമെന്നുണ്ട്. അപ്പൊ പോയാൽ കൂടുതൽ അങ്ങനെ മൂത്രം പോകത്തുമില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്ന, അൾട്രാസൗണ്ട് സ്കാൻ വല്ലതും ചെയ്തിട്ടുണ്ടോ എപ്പോഴേലും? ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ കല്ലിൻ്റെ സൈസ് എത്രയുണ്ട്? കല്ല് കിഡ്നി തന്നെയാണോ? കിഡ്നിക്കകത്താ. അപ്പൊ 4.5 അങ്ങനെ കിടക്കുന്നതേ. ഇത് നല്ലൊരു പോയിന്റാണ്. കാരണം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ കാലഘട്ടത്തിൽ സ്കാൻ ഒത്തിരി ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ സ്കാൻ ചെയ്യുമ്പോൾ ചെറിയ പൊടികൾ കണ്ട് ആൾക്കാർ ഭയപ്പെടാറുണ്ട്. അത് കല്ല, ജീവിതകാലം മുഴുവനും കല്ലെന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 4 mm 5 mm വൃക്കയുടെ ഉള്ളിൽ കിടന്നുകൊണ്ട് അത് ഒരു രീതിയിൽ ശല്യം ചെയ്യുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, വൃക്കക്കല്ലുകൾ അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺസ് എന്ന് പറയുന്നത് കിഡ്നി മാത്രമല്ല, അത് വൃക്കയുടെ ഉള്ളിൽ ഓരോ അറകളുണ്ട്. എൻ്റെ ഇവിടെ ഒരു ചെറിയൊരു ഡയഗ്രാം ഉണ്ട്, അത് വേണമെങ്കിൽ ഞാൻ കാണിക്കാം. ഇതിനകത്ത് വൃക്കയുടെ മുകളിലത്തെ ഭാഗത്ത് അത് ഈ പറഞ്ഞ അറകൾ, അതിനകത്ത് ചെറിയ പൊടി വന്നുകൊണ്ട് ഒരു കാരണവശാലും ശല്യം ഉണ്ടാവില്ല.
കാരണം ഈ അറകളിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അവിടെ ഒരു 5 mm 4 mm പൊടിക്കല്ലുകൊണ്ട് ഒരു കാരണവശാലും ബുദ്ധിമുട്ടുണ്ടാക്കില്ല, തടസ്സം ഉണ്ടാക്കില്ല. പക്ഷേ ആ കല്ല് തന്നെ താഴോട്ട് വരുന്ന ട്യൂബിനുള്ളിൽ വന്നാൽ, അതിൻ്റെ പേര് യൂറട്ടർ, അതിനകത്ത് വന്നാൽ അത് ശല്യം ചെയ്യാറുണ്ട്. അത് ശക്തമായ വേദന ഉണ്ടാക്കാം. കാരണം ട്യൂബിൻ്റെ ഉൾവീതി 4 mm അല്ലെങ്കിൽ 5 mm ഉള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ മൂത്രം എപ്പോഴും ഒഴിക്കണം എന്നുള്ള തോന്നൽ മിക്കവാറും ഈ കല്ലിൻ്റെ ആകാൻ സാധ്യത കുറവാണ്. അത് മൂത്രസഞ്ചിയിലെ കാര്യങ്ങൾ നമുക്ക് നോക്കണം, മൂത്രത്തിൽ പഴുപ്പ് വല്ലതും ഉണ്ടോ എന്ന് നോക്കണം, മൂത്രം കെട്ടിനിപ്പുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. അത് ആവശ്യമുണ്ടെങ്കിൽ ലൈറ്റ് അടിച്ച് സിസ്റ്റോസ്കോപ്പി ചെയ്ത് മൂത്രസഞ്ചിയിൽ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ ഈ മൂത്രം എപ്പോഴും പോകണമെന്നുള്ള തോന്നൽ വരുന്നത്. അതിന് ചിലപ്പോൾ അർജൻസി ഉണ്ടാകാം. അർജൻസി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മൂത്രം പോകണമെന്ന് തോന്നിയിട്ട് ബാത്റൂം വരെ എത്താൻ സമയം കിട്ടാത്ത അവസ്ഥ വരെ വരാം ഇതുകൊണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടി വരും. കല്ലിൻ്റെ ആകാനുള്ള സാധ്യതയില്ല. ഓക്കെ ഡോക്ടർ, വീണ്ടും ഒരു കോളർ ഉണ്ട്. ഹലോ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഓ യെസ്, ഹലോ. പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. ഞാനിപ്പം പുളിക്കുന്ന മുഹമ്മദ് കുട്ടിയാണ്. യെസ്. കേട്ടില്ല. പുളിക്കുന്നേ മുഹമ്മദ് കുട്ടിയാണ്. ഓക്കെ. എൻ്റെ കിഡ്നിയിൽ 2 കിഡ്നിയിലും പറഞ്ഞോളൂ. 2 കിഡ്നിയിലും 3 mm 4 mm 5 mm ഇങ്ങനത്തെ 2 എണ്ണത്തിലും കല്ലുണ്ട്. അപ്പൊ ഇത് ഒരുപാട് പച്ചമരുന്നൊക്കെ കഴിച്ച് പോകുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെയും കുറെ കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്ത് അപ്പോൾ വീണ്ടും കാണുന്നുണ്ട്. അത് ഏത് മരുന്നാണ് ശരിക്കും ഇതിന് വേണ്ടത്? ഇതില് ഇംഗ്ലീഷ് മരുന്നിൽ ശരിക്കും ഇതിന് മരുന്നുണ്ടോ സാറേ? ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയത്. 2 വൃക്കയിലും ചെറിയ പൊടിക്കല്ല് 3 mm 4 mm ഇതല്ലേ പ്രശ്നം? അതിൻ്റെ കൂടെ എനിക്കറിയേണ്ടത് ശരിക്കും വേറെ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ ഇതുകൊണ്ട്? വേറെ വേദനയുണ്ടോ? മൂത്രത്തിൽ ബ്ലഡ് വല്ലതും പോകുന്നുണ്ടോ? വേറെ രീതിയിൽ എന്തെങ്കിലും മൂത്രത്തിൽ പഴുപ്പ് അങ്ങനെ വല്ലതും ഉണ്ടാകുന്നുണ്ടോ? ഇല്ല, അങ്ങനൊന്നുമില്ല. ഞാൻ ഒരു 1 2 3 പ്രാവശ്യം ചെറിയ മൂത്രം ഒഴിച്ചു പോയിട്ടുണ്ട്. അന്നേരം എനിക്ക് വേദന ഉണ്ടാകും. അത് മൂത്രം കൊണ്ട് ഒഴിച്ചു പോകുന്നതോട് കൂടെ ആ വേദന പോവുകയും ചെയ്യും. വേറെ പ്രശ്നങ്ങളൊന്നും. വെള്ളം ഞാൻ അധികം കുടിച്ചോണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ എപ്പോഴും വെള്ളം സാധാരണഗതിയിൽ എല്ലാവരും കുടിക്കണേക്കാട്ടിൽ 2 3 4 ഗ്ലാസ് ഒക്കെ കൂടുതൽ കുടിക്കുന്ന ആളാണ്. പക്ഷെ എനിക്കും അത് ഈ കോലത്തിൽ ഇങ്ങനെ വരാൻ കാരണം എന്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഇത് അതിനൊരു എന്താ പറയുക ലളിതമായ ഉത്തരം അല്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. 2 വൃക്കയിലും ചെറിയ പൊടിക്കല്ലുണ്ടാകുന്നതിന് ഒത്തിരി കാരണമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ശരീരത്തിൻ്റെ ചില വ്യത്യാസങ്ങളും ഉണ്ടാകാം. പ്രത്യേകിച്ച് യൂറിക് ആസിഡ് കൂടിയാലുണ്ടാകാം, ഓക്സിലേറ്റ് കൂടിയാലുണ്ടാകാം, കാൽഷ്യം കൂടിയോണ്ടുണ്ടാകാം. അപ്പോൾ ഇതിന് സ്റ്റോൺ വർക്കപ്പ് അല്ലെങ്കിൽ മെറ്റബോളിക് വർക്കപ്പ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. അതെന്താ ചെയ്യുന്നത് ചോദിച്ചാൽ രക്തത്തിൻ്റെ ചില ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ കാൽഷ്യം, യൂറിക് ആസിഡ്, പാരതൈറോയ്ഡ് ഹോർമോൺ, ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. 24 മണിക്കൂർ മൂത്രം ടെസ്റ്റ് എടുത്ത് അതിൻ്റെ ഒരു പരിശോധന അത്യാവശ്യം ഉണ്ടാവും. കാരണം അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാം എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ശരീരത്തിൽ ചില വ്യത്യാസങ്ങളുണ്ടായാൽ ഇതുപോലെ യൂറിക് ആസിഡും ഓക്സിലേറ്റും എല്ലാം കൂടാം. അപ്പോൾ ഇത് അടിസ്ഥാനമായിട്ടുള്ള കാരണം കണ്ടുപിടിച്ചാൽ നമുക്ക് അതുകൊണ്ട് 2 പ്രയോജനമുണ്ട്. ഒന്ന്, ഭക്ഷണ ക്രമീകരണം ചെയ്യാൻ പറ്റും. ഓക്സിലേറ്റ് അല്ലെങ്കിൽ യൂറിക് ആസിഡ് നമുക്ക് ഒഴിവാക്കുന്ന ഭക്ഷണങ്ങൾ അത് ഒഴിവാക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ചില പ്രത്യേക ടൈപ്പ് മരുന്നുകൾ, ഇപ്പം യൂറിക് ആസിഡ് ഉണ്ടെങ്കിൽ അതിന് പ്രത്യേക ടൈപ്പ് മരുന്നുകളുണ്ട് യൂറിക് ആസിഡ് കൂടാതിരിക്കാൻ. ഉദാഹരണത്തിന് അലോപിരിനോളോ അങ്ങനെയുള്ള ചില മരുന്നുകളുണ്ട്. ഫെബുക്സോസ്റ്റാറ്റ് എന്ന് പറഞ്ഞ മരുന്നുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് യൂറിക് ആസിഡ് നല്ലപോലെ കുറയ്ക്കും. അതുകൊണ്ട് കല്ലുണ്ടാതിരിക്കും. ഉള്ള കല്ലുകൾ അലിഞ്ഞു പോകാനുള്ള ഒരു ഒറ്റമൂലിയില്ല. ശരിക്കും വെള്ളം നല്ല കുടിക്കുക, ഈ പറഞ്ഞ അടിസ്ഥാനമായിട്ടൊരു കാരണം കണ്ടുപിടിക്കുക, അത് ഈ പറഞ്ഞ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു വഴി കണ്ടുപിടിക്കും. വീണ്ടും കോളർ ഉണ്ട് ഡോക്ടർ. ഹലോ. നമസ്കാരം സാർ. നമസ്കാരം. സൗദിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ എൻ്റെ സുഹൃത്തിനും വേണ്ടി ചോദിക്കണം. അവനെ ഇപ്പൊ വെള്ളം കുടിച്ചാൽ ഉടനെ പെട്ടെന്ന് ഇങ്ങനെ മൂത്രം ഒഴിക്കണ ഒരു പ്രശ്നമുണ്ട്. എത്ര വയസ്സുണ്ട്? അവന് 25. ഓക്കെ, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല? മൂത്രത്തിൽ പഴുപ്പോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല? ചെക്കപ്പ് ഒക്കെ ചെയ്താ? ഇല്ല, ആ പ്രശ്നമൊന്നുമില്ല. വെള്ളം കുടിച്ചാൽ ഉടനെ മൂത്രം ഒഴിക്കണം. 5 മിനിറ്റ് കഴിഞ്ഞ് ഉടനെ മൂത്രം ഒഴിക്കാനുള്ളത്. ഇത് 2 പ്രശ്നങ്ങളുണ്ടാകാം. ഒന്നൊരു ബിഹേവിയറൽ ചേഞ്ച് തന്നെ ആകാം. ചിലപ്പോൾ ഒരു ബിഹേവിയറായിട്ട് തന്നെ ചിലർ വെള്ളം കുടിക്കുന്നു, മൂത്രം ഒഴിക്കുന്നു. അമിതമായിട്ട് വെള്ളം കുടിക്കുമ്പോൾ അതൊരു ഫ്രീക്വൻസി നാച്ചുറലായിട്ട് കൂടാം. എന്നാൽ ബ്ലാഡറിൻ്റെ ചില വ്യത്യാസങ്ങൾ, അതിൻ്റെ സ്വഭാവത്തിന് വ്യത്യാസങ്ങളുണ്ടാകാം. പ്രത്യേകിച്ച് ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാകാം. ചില ഞരമ്പുകളുടെ പ്രശ്നങ്ങളുണ്ടാകാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂത്രസഞ്ചിയുടെ ഞരമ്പുകളൊക്കെ വരുന്നത് നട്ടലിൻ്റെ സൈഡിൽ കൂടെ. അപ്പോൾ ഈ നട്ടലിന് എന്തെങ്കിലും തേയ്മാനോ അവിടെ എന്തെങ്കിലും ക്ഷതം ഉണ്ടായാൽ ഇതുപോലെ മൂത്രസഞ്ചിക്ക് എപ്പോഴും ഇറിറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും പോകണം എന്നുള്ള തോന്നലുണ്ടാകാം. ഇത് ഇൻക്രീസ് ഫ്രീക്വൻസി അല്ലെങ്കിൽ അർജൻസി, പെട്ടെന്ന് മൂത്രം പോകണം എന്നുള്ള തോന്നൽ, എപ്പോഴും പോയാലും ഒരു തൃപ്തിയില്ലായ്മ. അതുകൊണ്ട് ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണം, മൂത്രം കെട്ടി നിൽപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയണം, നട്ടലിൻ്റെ ഒരു എക്സാമിനേഷൻ നടത്തണം. ചിലപ്പോൾ ഒരു ന്യൂറോജനിക് ബ്ലാഡർ വല്ലതും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മൂത്രസഞ്ചിക്ക് ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ അത് ബ്ലാഡറിൻ്റെ ചില ടെസ്റ്റുകളുണ്ട്, അത് ചെക്ക് ചെയ്യേണ്ടി വരും. അത് യൂറോഡൈനമിക് ടെസ്റ്റ് എന്ന് പറയും, അതും ചെയ്യേണ്ടി വരും.
ഓക്കെ ഡോക്ടർ, വീണ്ടും ഒരു കോളർ ഉണ്ട്. ഹലോ ഹലോ. യെസ്, പറഞ്ഞോളൂ. ഹലോ, ചോദിച്ചോളൂ, കേൾക്കാം. ഹലോ, ഞാൻ സൗദി അറേബ്യനാ. ഓക്കെ, പറഞ്ഞോളൂ. ഈ മൂത്രത്തിനൊരു സ്മെല്ല് ഇടയ്ക്കിടയ്ക്ക്. ഓ, അപ്പം മൂത്രത്തിൻ്റെ സ്മെല്ല് എനിക്ക് കുറേ രോഗികൾ വന്ന് കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്. അപ്പം മൂത്രത്തിൻ്റെ സ്മെല്ല് വന്നാൽ അത് തീർച്ചയായിട്ടും മൂത്രത്തിൽ പഴുപ്പെന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. കാരണം നമ്മുടെ ശരീരത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ വേസ്റ്റായി മൂത്രത്തിൽ പോകണം. അപ്പോൾ കഴിഞ്ഞ തലേദിവസം അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് കഴിച്ച ഭക്ഷണത്തിൻ്റെ ചില വേസ്റ്റുകളായി മൂത്രത്തിൽ പോകുന്നത്. അതിൻ്റെ ചെറിയ മണങ്ങ് നോർമലാണ്. പക്ഷേ മൂത്രം ടെസ്റ്റ് ചെയ്താൽ നമുക്കറിയാം ശരിക്കും അതിൻ്റെ പരിശോധന ചെയ്താൽ മൂത്രത്തിൽ പഴുപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയാം. പിന്നെ മൂത്രം കെട്ടി നിന്നാലും ഇതുപോലെ ചിലപ്പോൾ മൂത്രത്തിൽ പഴുപ്പുണ്ടാകുക. അത് സാധാരണ കാണുന്ന നല്ല പ്രായമുള്ള വ്യക്തികൾക്ക് മൂത്രം ഒഴിക്കാൻ തടസ്സമൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണ്. ഓക്കെ ഡോക്ടർ, സാധാരണയായി കിഡ്നി സ്റ്റോൺ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യപ്പെടുന്നത്? ലക്ഷണങ്ങൾ വേദന മാത്രമാണോ അതിൻ്റെ ലക്ഷണങ്ങൾ? നമ്മൾ വൃക്കയിലെ കല്ലുകൾ എന്ന് പറയുമ്പോൾ ഇത് വൃക്കയിൽ മാത്രമല്ല, വൃക്കയുടെ ഉള്ളിൽ ഈ പറഞ്ഞ അറകൾ, കാലിക്സ് ഉണ്ട്. ഈ അറകൾ വഴി കല്ല് വന്ന് അത് പെൽവിസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് വൃക്കയുടെ തന്നെ ഉള്ളിൽ. അതും താഴോട്ട് വരുന്ന ട്യൂബിനകത്തും കല്ലുണ്ടാകാം, ട്യൂബിൽ നിന്ന് മൂത്രസഞ്ചിയിലും കല്ലുണ്ടാകാം. അപ്പോൾ ഈ ഒരു പറഞ്ഞ ഭാഗത്ത് എവിടെയെങ്കിലും കല്ല് വരുമ്പോൾ ഇത് വ്യത്യസ്തമായ രീതിയിലാണ് ഇത് പ്രസൻറ്റേഷൻ വരുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വ്യക്തിക്ക് ട്യൂബിനകത്ത് അല്ലെങ്കിൽ യൂറിറ്ററിനകത്ത് കല്ല് വന്നാൽ നമ്മൾ സർവ്വസാധാരണ കാണുന്നത് നല്ല ശക്തമായ വേദന ഉണ്ടാവുക. വ്യക്തിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, അത്ര ശക്തമായ വേദന വന്നിട്ട് ഛർദ്ദിക്കുകയും പിന്നെ മൂത്രം പോണോ മലം പോണോ എന്നറിയില്ല, ടോയ്ലറ്റിൽ ഇടയ്ക്കിടയ്ക്ക് പോവുക, പിന്നെ ചിലർക്ക് തടസ്സം ഉണ്ടായിട്ട് പനി ഉണ്ടാവുക, മൂത്രത്തിൽ ബ്ലഡ് വരിക. ഇതൊക്കെ സർവ്വസാധാരണ കാണുന്ന യൂറിട്രിക് സ്റ്റോണിലാണ്. ചിലപ്പോൾ വൃക്ക നിറച്ച് കല്ലുകളുണ്ടെങ്കിലും ചിലർ അറിയുന്നില്ല. കാരണം അത് വൃക്കയുടെ എല്ലാ അറകളും നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. ഇതിന് സാധാരണ കാണുന്ന സ്ത്രീകൾക്കാണ് കൂടുതൽ. കാരണം ഇത് ഇൻഫെക്ഷൻ സ്റ്റോൺസ് അല്ലെങ്കിൽ സ്ട്രൂവൈഡ് സ്റ്റോൺസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഒരു സാധാ അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴാണ് കാണുന്നത് ഇത്രയും വലിയ അവിടെ കല്ലിരിക്കും, പക്ഷേ ഒരു രീതിയിലും വേറെ പ്രത്യേകിച്ചൊരു ലക്ഷണമില്ലായിരുന്നു. ഇതിന് ചിലപ്പോൾ മൂത്രത്തിൽ പഴുപ്പായിട്ട് കുറേ നാളായിട്ട് ചികിത്സ ചെയ്തു, പക്ഷേ സ്കാൻ ചെയ്യുമ്പോഴാണ് കാണുന്നത് ഇത്രയും വലിയ കല്ലുണ്ടെങ്കിൽ. മൂത്രസഞ്ചിയിൽ അതുപോലെ കല്ലുണ്ടായാൽ ഇതിൻ്റെ ലക്ഷണം വ്യത്യാസമുണ്ട്. കാരണം അത് മൂത്രം പുറത്തോട്ട് വരുന്ന വഴിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൂത്രം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്നൊരു തടസ്സം വരാം, മൂത്രം പോവാതെ അവസ്ഥ വരാം, മൂത്രം കെട്ടി നിൽക്കുന്ന അവസ്ഥ, മൂത്രത്തിൽ പഴുപ്പ്, അതുകൊണ്ട് ബ്ലഡിൻ്റെ അംശം. ഇതൊക്കെ ഒരു വ്യത്യസ്തമായ രീതിയിൽ കല്ലുകൾ പ്രസൻറ്റ് ചെയ്യാം. ഓക്കെ ഡോക്ടർ, ഒരു കോളർ ഉണ്ട്. ഹലോ ഹലോ, ചോദിച്ചോളൂ. ഓ, എനിക്ക് ഒരു 10 വർഷത്തിന് മുമ്പ്. ഹലോ, പറഞ്ഞോളൂ. 10 വർഷത്തിന് മുമ്പ് എനിക്കൊരു 10 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 14 വർഷത്തിന് മുമ്പ് എനിക്ക് സ്റ്റോണ് എന്റെ മൂത്രത്തിൽ കൂടെ പോയതാണ്. അന്ന് ഫെസ്റ്റോൺ എന്ന് പറഞ്ഞ ഒരു ടാബ്ലറ്റ് ഞാൻ കഴിച്ചു. 30 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അതെന്റെ മൂത്രത്തിൽ കൂടെ ഒരു ഏകദേശം ഒരു നെല്ലിക്കയുടെ വലിപ്പമുള്ള, ഏകദേശം ഒന്നും പറയാൻ പറ്റില്ല, ഒരു പകുതി വലിപ്പമുള്ള ഒരു പിന്നെ ഇതിങ്ങനെ മൂത്രത്തിൽ കൂടെ പോയി. പക്ഷേ ഇപ്പൊ എനിക്കൊരു 4 വർഷമായിട്ട് എനിക്ക് വല്ലാത്ത പെയിൻ, വേദനയാണ്. അപ്പോ ഇതിനിടയ്ക്ക് ഞാൻ മെഡിക്കൽ കോളേജിലും പോയി പരിശോധിച്ച് സ്കാൻ ചെയ്തു. അപ്പൊ ഈ ബ്ലാഡറില് ഒരു 2.5 mm ഇതിലുള്ള ഒരു 2 സിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ബ്ലാഡറിൽ 2.5 mm ആണോ 2.5 സെന്റിമീറ്റർ ആണോ? 2.5 mm ആയിരുന്നു അന്ന്, ഒരു 2 വർഷമായി. ഓക്കെ, മൂത്രസഞ്ചിയിൽ സാധാരണ ഒരു 2.5 mm കല്ല് വന്നാൽ അത് സർവ്വസാധാരണമായിട്ട് ചാടിപ്പോവും. കാരണം 1 സെൻറ്റിമീറ്റർ താഴെയുള്ള സ്പേസ് ഉണ്ട് അതിനകത്ത്. അപ്പം മൂത്രം നല്ലൊരു ഒഴിക്കുവാണെങ്കിൽ ആ ഒരു സ്കാനിൻ്റെ സമയത്ത് മാത്രമേ ആ പൊടി കാണാറുള്ളൂ. അത് കഴിയുമ്പോൾ അത് മിക്കവാറും പോയി കാണും. അതുകൊണ്ട് എൻ്റെ ഒരു അഡ്വൈസ് ഒന്നുകൂടെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക. കാരണം ഇത് കല്ലിൻ്റെ ആകാനുള്ള സാധ്യത കുറവാണ്. ഈ വേദന, ഇത്രയും ശക്തമായ വേദന എന്തായാലും ഒരു 2.5 mm ബ്ലാഡറിനകത്തെ സ്റ്റോൺ കൊണ്ട് ഒരു കാരണവശാലും ഉണ്ടാവില്ല. അതുകൊണ്ട് വേദനയുടെ എന്തെങ്കിലും വേറെ കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഒരു CT സ്കാൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ ഡോക്ടർ, വീണ്ടും കോളർ ഉണ്ട്. ഹലോ ചോദിച്ചോളൂ ഡോക്ടറോട്. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ബിലായിൽ നിന്ന് വിളിക്കുകയാണ്. ഓക്കെ, ബിലായി ഛത്തീസ്ഗഡ്. എൻ്റെ പേര് GOK പിള്ള എന്നാണ്. യെസ് മിസ് പിള്ള. എനിക്ക് ക്രിയേറ്റിൻ 1.8 2.5 വരെ വന്നായിരുന്നു 3-4 മാസം മുമ്പേ. ഓക്കെ, ഓൾറെഡി ഡയബറ്റീസ് പേഷ്യൻ്റ് ആണ്. ഓൾറൈറ്റ്. അപ്പം ഞാൻ ഈ കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ് നെഫ്രോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു. ഓക്കെ, അപ്പം അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു. അപ്പം അതിനകത്ത് എഴുതിയിരിക്കുന്ന ബൈലേറ്ററൽ റീനൽ പാരൻകമൽ ഡിസീസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ബൈലേറ്ററൽ റീനൽ എക്കോ സ്ട്രക്ചർ ആർ ഇൻക്രീസ്ഡ്. ഓക്കെ, നോ എവിഡൻസ് ഓഫ് എനി കാൽക്കുലസ് ഓർ ഹൈഡ്രോൺ നെഫ്രോസിസ് ഈസ് സീൻ. ഓക്കെ.
അപ്പം അതിന്റെ സൈസ് പറഞ്ഞിരിക്കുന്നത് 9.6 into 3.4 സെന്റിമീറ്റർ. ഓക്കെ. ലെഫ്റ്റ് കിഡ്നി 8.8 into 4.5 സെന്റിമീറ്റർ എന്നാണ്. ഓക്കെ. അപ്പോൾ അതിന് എനിക്ക് 3-4 മരുന്ന് അദ്ദേഹം പ്രിസ്ക്രൈബ് ചെയ്തത് നെഫ്രോസോണ്, ഓക്കെ, റീനോലോഗ്, ഓക്കെ, പിന്നെ ഇത് സോബിയോസിസ്, ഓക്കെ, ഇത് കഴിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ പാരക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞത്, അപ്പോൾ എന്നോട് പറഞ്ഞു മരുന്ന് കണ്ടിന്യൂ ചെയ്യണം, കിഡ്നി ചെറിയ പ്രോബ്ലം തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇത് ഈ സ്റ്റോണുമായിട്ടുള്ളത് മറ്റേ വേറെ പ്രോബ്ലമായിട്ടാണ് ഇത്. അങ്ങനെ സർ. അപ്പം നേരത്തെ വായിച്ച പോലെ തന്നെ ഡയബറ്റീസ് ഉണ്ട്, 2 കിഡ്നിയുടെ പേരൻകൈമൽ ഡിഫറൻസ് ഉണ്ട്, ഡിസീസ് ഉണ്ട്. ഓക്കെ. സൈസ് കുറച്ച് വ്യത്യാസമുണ്ട്, നോർമലി കാണിച്ച് കുറച്ച് ചെറുതാണ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ക്ലിയർ ആയിട്ട് അതിനകത്ത് പറയുന്നത് ദർ ഇസ് നോ കാൽക്കുലസ്. കാൽക്കുലസ് എന്ന് പറഞ്ഞ വാക്ക് കല്ലില്ലാന്ന് തന്നെയാണ് ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കല്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമല്ല ഇത് ഡയബറ്റിക് നെഫ്രോപ്പതി അല്ലെങ്കിൽ ഡയബറ്റീസിൽ ഈ പ്രോട്ടീൻ്റെ അംശം ഈ അരിപ്പ പോലുള്ള സാധനത്തിന് പോകാൻ പാടില്ല. പക്ഷേ ചില ഇങ്ങനത്തെ ഉള്ള അവസ്ഥയിൽ ഡയബറ്റീസിൽ കൂടുമ്പോൾ അല്ലെങ്കിൽ കൺട്രോൾ അല്ലെങ്കിൽ നെഫ്രോപ്പതി ഉണ്ടായി അതിനകത്ത് പ്രോട്ടീൻസ് കൂടുതലായിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. അത് പതുക്കെ കിഡ്നിയെ ബാധിക്കുന്ന ഒരവസ്ഥയാണ്. ഇത് കല്ലുമായിട്ടൊരു ബന്ധമില്ല. തീർച്ചയായിട്ടും നെഫ്രോളജിസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് നല്ലത്. അത് ഈ റീനോ പ്രൊട്ടക്റ്റീവ് അല്ലെങ്കിൽ കിഡ്നിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പ്രത്യേക ടൈപ്പ് മരുന്നുകളുണ്ട്. അത് ഡോക്ടർ ഓൾറെഡി നിർദ്ദേശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ ഡോക്ടർ, വീണ്ടും ഒരു കോളർ ഉണ്ട്. ഹലോ. ഹലോ. ചോദിച്ചോളൂ. ഹലോ സാർ, എൻ്റെ പേര് മനോജ്. ഓക്കെ മനോജ്. സാർ, എനിക്ക് ഏകദേശം ഒരു 10 years ആയിട്ട് ഈ യൂറിൻ ട്യൂബ് എപ്പോഴും വേദനയാണ്. എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് പോകുന്ന ട്യൂബ്? പുറത്തോട്ട് പോകുന്ന ട്യൂബിന്റെ ഈ ടിപ്പിന്റെ ഭാവവും ഈ ഉള്ളിലുള്ള ഈ പറയുന്ന അതിനകത്തോട്ടുള്ള എപ്പോഴും ഭയങ്കര പെയിനാണ്. ഓക്കെ. ഹലോ. പറഞ്ഞോളൂ. അപ്പോൾ അത് എപ്പോഴും ഇങ്ങനെ അങ്ങനെ ആ ടിപ്പിന്റെ ഭാഗം എപ്പോഴും ശകലം പീക്കം ഉണ്ടായിരിക്കാം. ഓക്കെ. ഇടയ്ക്ക് സെമനിൽ കൂടെ ഇങ്ങനെ ബ്ലഡ് പോയി ഒരു കുറച്ച് നാളും. അങ്ങനെ ഞാനൊരു ന്യൂറോളജിസ്റ്റിനെ ഇങ്ങനെ കൺസൾട്ട് ചെയ്തു. അപ്പം പോസ്റ്റേറ്റ് സംബന്ധമായ ഇതാണെന്നാണ് അന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പൊ എപ്പോഴും ഈ പ്രോബ്ലമാണ്, എപ്പോഴും ട്യൂബിനകത്ത് ഇങ്ങനെ പോച്ചിലാണ്. മനോജിന് ഏജ് എത്രയാ പറഞ്ഞേ? എനിക്ക് വന്നിട്ട് 40. ഓക്കെ. മനോജ്, ബേസിക്കലി മനോജിൻ്റെ പ്രോബ്ലം ഞാൻ ഒന്നുകൂടെ ലഘുവായിട്ട് പറയാം. ഒന്ന്, മൂത്രം പോകുന്ന ട്യൂബിൻ്റെ ടിപ്പിൽ ഒരു ഇറിറ്റേഷൻ, പെയിന്, അതുപോലെ പോസ്റ്റ് ഇജാക്കുലേഷൻ അല്ലെ ഈ ബീജത്തിനകത്ത് ബ്ലഡ് പോകുന്ന 1-2 പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അതല്ലേ? കറക്റ്റ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് അൾട്രാസൗണ്ട് ചെയ്തെന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ പറയുന്നത്. അതിനകത്ത് കല്ലൊന്നും ഇല്ലല്ലോ? സ്റ്റോണിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ അടുത്ത കാലത്ത് സ്കാൻ ചെയ്തതിൽ കല്ല് വല്ലതും ഉണ്ടോ? ഒരു 2 വർഷത്തിന് മുമ്പ് ചെക്ക് ചെയ്തപ്പം ഒരു 4.m മില്ലിമീറ്റർ ആയിരുന്നു. ഓക്കെ. അപ്പം അത് കല്ലിൻ്റെ ഒരു സാധ്യത കുറവാണ് ഇങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിൽ. മൂത്രത്തിൻ്റെ ദ്വാരത്തിൻ്റെ അല്ലെങ്കിൽ യൂറിത്രയിൽ വേദന ഉണ്ടാകുന്നത് കാരണം യൂറിത്രയ്ക്കകത്ത് ഇൻഫെക്ഷൻ ഉണ്ടായി, യൂറിത്രൈറ്റിസ് കൊണ്ടുണ്ടാകാം. പ്രോസ്റ്റേറ്റ് നേരത്തെ പറഞ്ഞ ഗ്രന്ഥിയിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടാകാം. അത് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ബാക്ടീരിയൽ മാത്രമല്ല, ബാക്ടീരിയൽ എന്ന് പറഞ്ഞാൽ ക്രോണിക് പ്രോസ്റ്റൈറ്റിസ് കൊണ്ടുണ്ടാകാം. ഈ പറഞ്ഞ സെമിനൽ വെസിക്കിൾ എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രന്ഥിയുണ്ട് പ്രോസ്റ്റേറ്റിൻ്റെ ബാക്കിൽ. അത് ഈ പറഞ്ഞ പോലെ ബീജം പോകുന്ന സമയത്ത് ചിലപ്പോൾ ബ്ലഡിൻ്റെ അംശമൊക്കെ വരാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു ട്രാൻസ്റെക്ടൽ അൾട്രാസൗണ്ട് ചെയ്താൽ പ്രോസ്റ്റേറ്റും അതിൻ്റെ ട്രാൻസ്റെക്ടൽ അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് സ്കാനാണ്. അത് ഈ മലദ്വാരത്തിൻ്റെ ഉള്ളിൽ കൂടെ ചെയ്യുന്ന ഒരു സ്കാനാണ്. ഒരു ലഘുവായിട്ടുള്ള ഒരു സാധാ ഒരു സിമ്പിളായിട്ടുള്ളൊരു ടെസ്റ്റാണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രോസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അതിനകത്ത് വല്ലതും പ്രത്യേകിച്ച് ഈ പറഞ്ഞ പ്രോസ്റ്ററ്റൈറ്റിസിൻ്റെ ലക്ഷണം വല്ലതും ഉണ്ടോ, അതുപോലെ സെമിനൽ വെസിക്കിളിൽ വല്ലതും പ്രോബ്ലം ഉണ്ടോ, ഈ രക്തം വന്നതിൻ്റെ എന്തെങ്കിലും അടിസ്ഥാനത്തിൽ കാരണമുണ്ടോ, ഈ പറഞ്ഞ പ്രോസ്റ്റേറ്റിൽ പിന്നെയും അണുക്കൾ വരുമ്പോൾ ഈ വിങ്ങൽ പിന്നെയും വരാം. ഇതിൻ്റെ വേറൊരു രീതി പറഞ്ഞാൽ ഈ പ്രോസ്റ്റേറ്റിൻ്റെ ക്രോണിക് പ്രോസ്റ്റൈറ്റിസ് അല്ലെങ്കിൽ കുറേ നാളാവുമ്പോൾ ഇത് ചികിത്സിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത് മരുന്ന് കഴിക്കുമ്പോൾ കുറയും, പിന്നെയും കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെയും പോകും. ഇതിനൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ക്യൂർ ശരിക്കും ഇല്ല. പക്ഷേ ഇത് കൺട്രോൾ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പം ഡയബറ്റീസും ഷുഗറും കൺട്രോൾ ചെയ്ത് പോകുന്ന പോലെ തന്നെ ഇത് ഗുളിക കഴിക്കുമ്പോൾ കുറയും, പക്ഷേ അത് ഗുളിക നിർത്തുമ്പോൾ പിന്നെ ഇത് വിങ്ങൽ പോലെ ഉണ്ടാകാം. ഓക്കെ ഡോക്ടർ, വീണ്ടും ഒരു കോളർ ഉണ്ട്. ഹലോ. 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 ചോദിച്ചോളൂ ഡോക്ടറോട്. സൗദി അറേബ്യ. ഓക്കെ, പറഞ്ഞോളൂ. ജാഫർ എന്നാണ്. പറഞ്ഞോ മിസ്റ്റർ നാസർ. ഞാൻ അടുത്ത ഒരു മാസം മുന്നേ ഒരു വേദന വന്നു. ഓക്കെ. ആദ്യം ഊരക്കാണ് വേദന വന്നായി.
പറഞ്ഞോളൂ. ഹലോ. പറഞ്ഞോളൂ. അതിന്റെ ശേഷം അത് കഴിഞ്ഞ് ഭയങ്കര പള്ളവേദനയായിട്ട് വന്നു. ഓക്കെ. അങ്ങനെ ഡോക്ടറെ കാണിച്ച് ചെക്ക് ചെയ്തപ്പോ കിഡ്നിയിലൊരു കല്ലുണ്ട്. ഓക്കെ. അങ്ങനെ അത് ഗുളിക കഴിച്ചു. എന്നിട്ടും ആ ഗുളിക നിർത്തുമ്പോ പിന്നെയും വരികയാണ്. ഓക്കെ. അങ്ങനെ ഞാൻ ഇനി നാട്ടിൽ വന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഫർദർ ട്രീറ്റ്മെന്റ് ആരെയോ ചോദിക്കുന്നത്. അപ്പോൾ ഈ എന്നോട് പറയാത്ത കാര്യം, ഈ കല്ല് എത്ര സൈസ് ഉണ്ടെന്ന് എന്നോട് പറഞ്ഞില്ല. സ്കാൻ ചെയ്തായിരുന്നല്ലേ? 5 mm ഉണ്ട്. 5 mm എവിടെയാ? വൃക്കയുടെ ഉള്ളിലാണോ പറഞ്ഞത്? അതാ കിഡ്നിയിലാണ്. അപ്പം നമുക്ക് ഇതുകൊണ്ട് മനസ്സിലാക്കാം, നേരത്തെ ഒരു കോളർ വിളിച്ച പോലെ 4 mm 5 mm കല്ലുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ വൃക്കയുടെ ഉള്ളിൽ ഒരു രീതിയിലും ശല്യം ചെയ്യുന്നില്ല. അപ്പം മിസ്റ്റർ നാസറിനുള്ള വേദന ഈ പൊടിക്കല്ലുകൊണ്ട് ഒരു കാരണവശാലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു CT സ്കാൻ ചെയ്ത് അതിന് വേറെ ഒരു കാരണം കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ 5 mm പൊടിക്കല്ലുകൊണ്ട് ഒരു കാരണവശാലും വൃക്കയുടെ ഉള്ളിൽ കല്ല് ഒരു കാരണവശാലും വേദന ഉണ്ടാക്കില്ല. പ്രത്യേകിച്ച് നാസർ പറയുന്നുള്ള ശക്തമായ വേദന ഉണ്ടാവില്ല. ഓക്കെ ഡോക്ടർ, സാധാരണയായിട്ട് എന്തുതരം ട്രീറ്റ്മെൻറ്റുകളാണ് കിഡ്നി സ്റ്റോൺസിന് എടുക്കുന്നത്? മരുന്ന് കഴിച്ചാൽ പലതും മലിഞ്ഞു പോകുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിൽ സർജറി വേണ്ട ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ? എങ്ങനെയാണ് ആ ട്രീറ്റ്മെൻറ്റിന് മെത്തേഡുകളൊക്കെ? സാധാരണ നമ്മൾ കല്ല് കണ്ടുപിടിക്കുമ്പോൾ രോഗി ആദ്യം ചോദിക്കുന്ന ഡോക്ടറെ ഇത് മരുന്ന് കഴിച്ചാൽ അത് അലിഞ്ഞു പോവുമോ, അല്ലെങ്കിൽ ഇത് കല്ലൂർക്കി അല്ലെങ്കിൽ കല്ലൂർ വഞ്ചി കഴിച്ചാൽ ഇത് പോവുമോ? അതിന് ഒരു ഒറ്റമൂലിയല്ല ഇതിനുള്ള ചികിത്സ. കാരണം കല്ല് ഓരോ രീതികളിലുള്ള കല്ലുകളുണ്ട്, ഓരോ സൈസുകളിലുള്ള കല്ലുകളുണ്ട്, ഓരോ പൊസിഷനിൽ കിടക്കുന്ന കല്ലുകൾ. അപ്പം എല്ലാത്തിനും ഒരു ഒറ്റമൂലിയല്ല. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില കല്ലുകൾ ഇത് അലിഞ്ഞുവാൻ പ്രയോജനപ്പെടുന്ന സിസ്റ്റീൻ സ്റ്റോൺസ് ഉണ്ട്, യൂറിക് ആസിഡ് സ്റ്റോൺസ് ഉണ്ട്. ഇതൊക്കെ പ്രത്യേക മരുന്ന് കഴിച്ചാൽ അത് അലിഞ്ഞു പോകും. കല്ലൂർ വഞ്ചിയും കല്ലൂരിക്കയും ഒക്കെ ഇങ്ങനത്തെ ഉള്ള യൂറിക് ആസിഡ് തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടുന്ന, പ്രത്യേകിച്ച് ചെറിയ കല്ലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, വൃക്കയുടെ ഉള്ളിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അവിടെ ഒരു 5 mm 6 mm 7 mm കല്ലുകളൊന്നും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. പക്ഷേ 1 സെൻറ്റിമീറ്റർ മുകളിലുള്ള കല്ലുകൾ ചിലപ്പോൾ നല്ല വേദന ഉണ്ടാക്കാം. പ്രത്യേകിച്ച് ബാക്കിൽ അല്ലെങ്കിൽ ഒരു കഴപ്പ് പോലെ ഉണ്ടാക്കാം. മൂത്രത്തിൽ ചിലപ്പോൾ ബ്ലഡിൻ്റെ അംശം വരാം. ഇങ്ങനെ വന്നാൽ അത് തീർച്ചയായിട്ടും അതിനെ ചികിത്സ ചെയ്യേണ്ടി വരും. അത് മിക്കവാറും ശസ്ത്രക്രിയ രീതിയിലായിരിക്കും ചെയ്യേണ്ടത്. പക്ഷേ ഇന്നത്തെ കാലത്ത് 1-2 സെൻറ്റിമീറ്റർ ഉള്ള കല്ലുകൾ ഓപ്പറേഷൻ ഇല്ലാത്ത രീതിയിൽ ESW അല്ലെങ്കിൽ പുറമെ ഷോക്ക് വേവ്സ്, ഒരു പ്രത്യേക വേവ്സ് വെച്ച് ഇത് കല്ല് അത് പൊടിച്ച് കളയാൻ പറ്റും. അത് മൂത്രദ്വാരത്തിൽ കൂടെ തന്നെ അത് പൊടിഞ്ഞു പോകുന്നവർ ചികിത്സയുണ്ട്. അതിന് ESW എന്ന് പറയും. പക്ഷേ 2 സെൻറ്റിമീറ്റർ മുകളിലുള്ള കല്ലുകളൊക്കെ ആണെങ്കിൽ അത് മിക്കവാറും കീ ഹോൾ സർജറി അല്ലെങ്കിൽ താക്കോൽദ്വാര ശസ്ത്രക്രിയ, PCNL എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ചില രീതികളുണ്ട്. അത് ചെറിയ ഓപ്പറേഷൻ രീതിയിൽ ചെറിയ താക്കോൽദ്വാര ശസ്ത്രക്രിയ വഴി കല്ല് പൊടിച്ചെടുക്കുന്ന ചില മെത്തേഡ്സ് ഉണ്ട്. അതല്ലാതെ തന്നെ വൃക്കയിൽനിന്നായിട്ട് വരുന്ന ട്യൂബിൽ കല്ല് വരുമ്പോൾ നമ്മൾ മൂത്രദ്വാരത്തിനകത്തൂടെ തന്നെ മുറിവില്ലാത്ത രീതിയിൽ, വേദനയില്ലാത്ത രീതിയിൽ കല്ലുകൾ പൊടിച്ചെടുക്കുന്ന ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത് കാരണം ട്യൂബിൻ്റെ ഉൾവീതി 5 mm ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഒരു 5 mm അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ കല്ലൊക്കെ വന്നാൽ തടസ്സം ഉണ്ടാവും, വേദന ഉണ്ടാവും, ചിലപ്പോൾ മൂത്രത്തിൽ ബ്ലഡ് വരും. അതുകൊണ്ട് ഇത് കല്ല് പൊടിച്ച് എടുക്കേണ്ട ആവശ്യമുണ്ടാവും. അപ്പം മൂത്രസഞ്ചിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് തടസ്സം ഉണ്ടാക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അത് തടസ്സം മാറ്റാൻ നമ്മൾ ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരും. അത് മുറിവില്ലാത്ത രീതിയിൽ അത് ഉള്ളിൽ നിന്ന് തന്നെ പൊടിച്ചെടുക്കുന്ന പരിപാടികളുണ്ട്. ലേസർ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. RIRS എന്ന് പറഞ്ഞ ചെറിയ ട്യൂബ് വഴി വൃക്ക വരെ എത്തി ചെറിയ ചെറിയ കല്ലുകൾ ഒക്കെ ക്ലിയർ ആക്കാനുള്ള മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ ഡോക്ടർ, വീണ്ടും ഒരു കോളർ ഉണ്ട്. ഹലോ. പാലക്കാട് നിന്നാണ്. പറഞ്ഞോളൂ, ചോദിച്ചോളൂ. സാർ, ഞാൻ പാലക്കാട് നിന്നാണ്. പിന്നെ എനിക്ക് തുടർച്ചയായിട്ട് ഇങ്ങനെ ഈ വയറുവേദന വരുന്നതുകൊണ്ട് ഞാൻ ഡോക്ടറെ പോയി കണ്ടു. അപ്പോ കിഡ്നിയിലും പിന്നെ യുറൈറ്റർ വരുന്ന ഭാഗത്താണ് സ്റ്റോൺ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോ എന്നിട്ട് യുറൈറ്ററിലുള്ളത് 8 mm ഉണ്ട്, അത് പൊട്ടിച്ചു കളയണം എന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു. എന്നാൽ ESWL എന്ന് പറയുന്ന ഓപ്പറേഷനെ കഴിഞ്ഞു, യുറൈറ്ററോസ്കോപ്പി പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു 5-6 മാസമായി സാർ. ആ പൊട്ടിച്ച ഭാഗത്ത് വല്ലാതൊരു വേദന, ഇടക്കിടക്ക് മൂത്രമൊഴിക്കുമ്പോഴും വേദന വരുന്നുണ്ട്. എന്താ കാരണം എന്നാണ് എനിക്ക്. ഓക്കെ, ഇപ്പം ചോദിച്ചത് കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം. 2 കല്ലുകളുണ്ടായിരുന്നു. ഒന്ന് വൃക്കയിലുള്ള കല്ല്, മറ്റേത് യൂറിറ്റർ അല്ലെങ്കിൽ ട്യൂബിലൊരു കല്ല്. ട്യൂബിന് URS അല്ലെങ്കിൽ യൂട്രോസ്കോപ്പ് ചെയ്ത് കല്ല് ക്ലിയർ ആക്കിയിട്ടുണ്ട്. മറ്റേത് വൃക്ക കിടക്കുന്ന കല്ല് ESW ചെയ്തു അല്ലേ? രണ്ടും ESW ചെയ്തോ? ഷോക്ക് ചെയ്തിട്ടാണ് പൊട്ടിച്ചത്. അത് തന്നെ ESW എന്ന് പറഞ്ഞാൽ ഷോക്ക് വേവ്സ്. പിന്നെ മറ്റൊരു ESWL, അതായത് യുറൈറ്ററോസ്കോപ്പി എന്ന് പറയുന്ന
ഒരു ഓപ്പറേഷൻ. അത് തന്നെ യൂറട്രോസ്കോപ്പി എന്ന് പറയുന്നത് ട്യൂബിനകത്തൂടെ നമ്മൾ കല്ല് എടുക്കുന്ന ഒരു സർജറിയാണ്. അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അൾട്രാസൗണ്ട് സ്കാൻ വല്ലതും ചെയ്ത് നോക്കിയോ? അത് കഴിഞ്ഞ് പിന്നെ സ്കാൻ ചെയ്തപ്പോ ചെറുതായിട്ട് ഗ്യാപ്പിൽ നിൽക്കുന്നുണ്ട്, അത് വെള്ളം കുടിച്ച് മുഖേന പോകുന്ന പറഞ്ഞത്. അപ്പൊ വേറെ പൊടിക്കല്ല് ബാക്കിയുണ്ടോ അതിനകത്ത്? കുറച്ചുണ്ടായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം സ്കാൻ ചെയ്തപ്പോ അത് ഡോക്ടർ പറഞ്ഞു അത് മുഖേന വെള്ളം കുടിക്കാൻ പോയിക്കോളും പറഞ്ഞു. അല്ല, വേദന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ ഒന്നുകൂടെ കാണേണ്ടിയിരിക്കുന്നു. വേദന ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ സാറിന് ചെറിയ പൊടി വേദന അനുഭവപ്പെടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യുറൈറ്ററിൽ പൊട്ടിച്ചല്ലോ, ആ ഭാഗത്തുള്ള അവിടെയാണ് ആ വേദന വരുന്നത്. ഓക്കെ, ആ യൂറിറ്ററിന്റെ വേദന അങ്ങനെ ചെറിയ വേദന ആയിരിക്കത്തില്ല, ശക്തമായ വേദനയാണ്. മിക്കവാറും ഇത് നടുവിന്റെ സൈഡിൽ ചെറിയ മസിൽ പെയിൻ ഉണ്ടായാലും ഇതുപോലുള്ള ഒരു വേദന ഉണ്ടാകാം. അപ്പൊ ഡോക്ടറെ അത് കാണിക്കുമ്പോൾ ഡോക്ടർ തീർച്ചയായിട്ടും അത് കറക്റ്റ് ആയിട്ട് നിർദ്ദേശിക്കും എന്താ വേണ്ടിയെന്നുള്ളത്. പൊട്ടിച്ചവിടെ ഒരു വിങ്ങല്, ഒരു വേദന, പൊട്ടിച്ചതിന്റെ വേദന അനുഭവപ്പെടുന്നത്, അല്ലാതെ വയറുവേദന. മനസ്സിലായി. അത് എന്താന്ന് ചോദിച്ചാൽ അത് ESW എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ബലൂൺ പോലെ സംഗതിയാണ്. അത് വയറിന്റെ സൈഡിലാണ് വെച്ച് അത് വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ സ്കിൻ ടച്ച് ചെയ്യുമ്പോൾ അവിടെ ചെറിയൊരു എന്താ പറയുക ഒരു വേദനയും ഒരു നീരും ഉണ്ടാവും. അത് കുറച്ച് ദിവസം കാണും, അത് തന്നെ കുറഞ്ഞു വരും. അത് പേടിക്കാനുള്ളതൊന്നുമില്ല. ഓക്കെ ഡോക്ടർ, വീണ്ടും ഒരു കോളർ ഉണ്ട്. ഹലോ ചോദിച്ചോളൂ ഡോക്ടറോട്. അതെ, അനീഷാണ് വിളിക്കുന്നത് ജിദ്ദന്ന്. ഓക്കെ മിസ്റ്റർ അനീഷ്. സർ, എന്റെ പ്രശ്നം എനിക്ക് 2 വർഷമായിട്ട് ലെഫ്റ്റ് കിഡ്നിയിൽ ഒരു 9mm ഒരു കല്ലുണ്ട്. ഓക്കെ, ഹലോ. പറഞ്ഞോളൂ, ചോദിച്ചോളൂ. അത് 2 വർഷമായിട്ട് മരുന്ന് കുടിച്ചതായിരുന്നു. ഇപ്പൊ വേദന ഒന്നുമില്ല, കല്ല് അവിടെ ഉണ്ട്. ആ കല്ല് അവിടെ നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് സാർ? ഇത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം 9mm സ്റ്റോണ് വൃക്കയുടെ ഉള്ളിൽ കിടക്കുന്നത് ഞങ്ങൾ യൂറോളജിസ്റ്റ് നോക്കുന്നത് ഏത് വൃക്കയുടെ ഏത് അറകളിലാണെന്ന് നോക്കാറുണ്ട്. കാരണം അപ്പർ, മിഡിൽ, ലോവർ 3 അറകളുണ്ട്. അപ്പോൾ ഇത് അപ്പർ ആൻഡ് മിഡിൽ ആണെങ്കിൽ ഒരു 9mm സ്റ്റോൺ സാധാരണ രീതിയിൽ വലിയ ശല്യം ചെയ്യാറില്ല. എന്നാൽ ഈ കല്ല് തന്നെ ചാടി ട്യൂബിൻ്റെ ഉള്ളിലോട്ട് വന്നാൽ അത് ശല്യം ചെയ്യാം. അതുകൊണ്ട് സാധാരണ ആൾക്കാർ അവരുടെ സൗകര്യവും സാമ്പത്തികവും ഒക്കെ നോക്കി ദിവസം ചൂസ് ചെയ്ത് ഈ പറഞ്ഞ കല്ല് പൊടിച്ച് കളയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ESWL എക്സ്ട്രാ കോർപ്പോറിയൽ ഷോക്ക് വേവ് ലിത്തോട്രിപ്സി, അല്ലെങ്കിൽ ഒരു എന്താ പറയുക വേവ്സ് യൂസ് ചെയ്ത് കല്ല് പൊടിക്കുന്ന ഒരു പ്രത്യേക ഒരു മെത്തേഡുണ്ട്. അത് മുറിവൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അത് 9mm സ്റ്റോണൊക്കെ അതിനകത്ത് കാണുവാണെങ്കിൽ അത് ഈസി ആയിട്ട് പൊടിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ ഡോക്ടർ, സാധാരണയായി ഈ വൃക്കയിലുണ്ടാകുന്ന കല്ലുകൾ വൃക്കയെ ഏതെങ്കിലും തരത്തിൽ ദോഷകരമായി ബാധിക്കാനുള്ള ചാൻസ് ഉണ്ടോ? പ്രത്യേകിച്ച് വൃക്ക സ്തംഭനത്തിലേക്കൊക്കെ നയിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടോ? സാധാരണ കിഡ്നി സ്റ്റോൺസ് ഒരു റീനൽ ഫെയിലിയർ അല്ലെങ്കിൽ കിഡ്നി ഒരു ഫൈനൽ സ്റ്റേജ് ആയിട്ട് ഒത്തിരി അപൂർവമാണ് അങ്ങനെ ഉണ്ടാകുന്നത്. പക്ഷേ കിഡ്നി കംപ്ലീറ്റ് ബ്ലോക്കായി അത് വെറുതെ വെച്ച് ഒന്നും ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരുന്നാൽ തീർച്ചയായിട്ടും വൃക്കയുടെ ഉള്ളിൽ ഒരു ഹൈഡ്രോനെഫ്രോസിസ് അല്ലെങ്കിൽ മൂത്രം കെട്ടി നിൽക്കുന്ന അവസ്ഥ, മൂത്രത്തിൽ പഴുപ്പ് പിന്നെ ഉണ്ടായി വൃക്കയുടെ പ്രവർത്തനം തന്നെ അത് ബാധിക്കുന്ന ഒരു അവസ്ഥ വരാം. തീർച്ചയായിട്ടും വരാം. ഈ സർജറിക്ക് ശേഷം എന്തെങ്കിലും ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളുണ്ടോ? ഒരു സർജറിയിലൂടെ കല്ലെടുത്ത് മാറ്റിക്കളഞ്ഞാൽ വീണ്ടും ആ പ്രദേശത്തോ അല്ലെങ്കിൽ മറ്റൊരു കിഡ്നിയിലോ വീണ്ടും സ്റ്റോണുകൾ ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്, തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. കാരണം നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് വെള്ളം കുടിക്കുന്നത് ശ്രദ്ധിക്കണം, ഭക്ഷണത്തിൻ്റെ ക്രമീകരണം നമ്മൾ നോക്കണം, അതുപോലെ ഏത് ടൈപ്പ് കല്ലാണ് ഉണ്ടായത് അത് ഉണ്ടാകാതിരിക്കാനുള്ള ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഇതൊക്കെ നോക്കിയാലും ചിലപ്പോൾ ഒരു 30% ആൾക്കാർക്ക് അടുത്ത 5 വർഷത്തിൽ പിന്നെയും കല്ലുണ്ടാകും. അപ്പോൾ ഇതൊക്കെ നോക്കിയാലും ചിലപ്പോൾ കല്ല് പിന്നെയും ഉണ്ടാകാം. അപ്പം നമ്മൾ മാക്സിമം ശ്രമിക്കുന്നത് സയൻറ്റിഫിക്കായിട്ട് ഏത് രീതിയിൽ കല്ലുണ്ടാകാതിരിക്കാനുള്ള ശ്രമം നടത്തും. അത് ഈ കല്ലിൻ്റെ അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഏത് കല്ലുകളാണ്. അതുപോലെ ഭക്ഷണത്തിൻ്റെ ഓരോ ക്രമീകരണം ചെയ്താലും കല്ല് കുറേയൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ഡോക്ടർ, നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. വളരെയധികം നന്ദി ഇത്രയധികം വിവരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചതിന്. താങ്ക് യു. മൈ ഡോക്ടറിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വിഷയവുമായി നാളെ കാണാം. നമസ്കാരം.